ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതുഷ് വേൾഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് ആർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. ഗസ്റ്റ് വന്ന ഉടനെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് കണക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഏത് ട്രേ ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ കളർ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പോട്ടിലേക്ക് 1/2 ലിറ്റർ പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ ട്രേയിലാണ് പുഡിങ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ 1 ലിറ്റർ പാൽ ചെയ്തെടുക്കാം കേട്ടോ. പാലെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇതാ സ്റ്റൗ കത്തിച്ച് നമ്മളിതാ പാലൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാൽ ഒരുപാട് തിളച്ച് വരികയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് മധുരത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1/2 കപ്പോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പഞ്ചസാര ആകുമ്പം അത്ര ടേസ്റ്റ് തോന്നില്ല. നമുക്ക് എന്ത് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടൻസ്ഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതാ മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കസ്റ്റേർഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പാക്കറ്റായിട്ട് കിട്ടുന്നുണ്ട്, നമ്മൾ കാരമൽ ഉണ്ടാക്കുന്നൊരു പൗഡർ കിട്ടുന്നുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ കസ്റ്റേർഡ് പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ 1/2 ലിറ്റർ പാലിന് 2 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കാണാൻ അറിയാലോ. കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്ത് കൊടുക്കണേ. കൈ ഇളക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൈയെടുക്കാതെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് ഇങ്ങനെ കുറുകി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു തിക്ക് മതി കേട്ടോ. നമുക്ക് നന്ന കട്ടിയായി കഴിഞ്ഞാൽ പുഡിങ് ആ ഒരു ക്രീമി ആയിട്ട് വരില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശമായി, ഞാൻ പറഞ്ഞില്ലേ കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ വാനില എസൻസ് നമ്മളെ കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താലും മതി കേട്ടോ. കോൺഫ്ലവറിനെക്കാട്ടും ടേസ്റ്റ് ഇതായിരിക്കും. ചിലർക്ക് കസ്റ്റേർഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ്. കുറേ ആയിട്ട് പുഡിങ്ങൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാനൊരു ചെറിയ ട്രേയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബ്രെഡാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിത് നമുക്ക് ആ ട്രേയിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്ന സമയത്ത് ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം ബ്രെഡ് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ നന്നായിട്ട് കട്ട് ചെയ്യണം. അതിൻ്റെ അത് കുറച്ച് സൈഡിൽ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല തിരക്കിൽ ഉണ്ടാക്കിയൊരു പുഡിങ്ങാണ്. കുറേ ആയിട്ട് സ്പെഷ്യലൊന്നും ഉണ്ടാക്കുന്നില്ല, അറിയാലോ, നല്ല ബിസിയാണ്. അപ്പോൾ ഇതാ ട്രേയിൽ നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു പാലിൻ്റെ മിശ്രിതം ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഇതെത്തണം കേട്ടോ. നമ്മൾ ബ്രെഡിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതാ ബാക്കി വന്ന ബ്രെഡും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട്. എൻ്റെ ബ്രെഡ് കയ്യിൽ ഇതേ ഉണ്ടായിട്ടുള്ളൂ, ബ്രെഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഞാനിത് ഉണ്ടാക്കാൻ ഇറങ്ങിയത്. അപ്പോൾ സാധനങ്ങളെല്ലാം എന്തൊക്കെ ഉണ്ടോയെന്നൊന്നും നോക്കിയിട്ടൊന്നുമില്ല, കയ്യിൽ തോന്നിയത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്നിട്ട് ബാക്കി വന്ന് ബ്രെഡും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കുക. ഇതിന് മുന്നേ ഞാൻ വേറൊരു കുറച്ച് പുഡിങ്ങും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി നോക്കുക. വേറൊരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന, ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യാം. അങ്ങനെ ഇതാ വീണ്ടും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ആ കസ്റ്റേർഡിൻ്റെ ആ ഒരു മിശ്രിതം വീണ്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരുപോലെ എല്ലായിടത്തും തന്നെ ഒഴിച്ചു കൊടുക്കുക.
1 ലിറ്റർ പാലിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ 1 ലിറ്റർ പാലിലാക്കുന്നുണ്ട് വലിയ ട്രയലും, പിന്നെ ബാക്കി വരുന്നത് നമുക്ക് ചെറിയ ട്രയലാക്കിയിട്ട് 2-3 ടൈപ്പ് പിന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ വെറുതെ പറയുന്നില്ലേ. ഇനിതാ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു പിന്നെ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്, മിൽക്ക് മിസ്റ്റിൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം ഇതും വേറൊരു ഹാഫും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കി വന്ന് പിന്നെ മിൽക്ക് മെയ്ഡല്ല, ഇത് ഞാൻ അത് കഴിഞ്ഞ ഇത് ഞാൻ എടുത്തിട്ട് വേറൊരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ചിലർക്ക് മധുരം ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് ചെയ്താൽ മതി. പരമാവധി നമ്മൾ മധുരം കുറക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പക്ഷേ ഇത് അത്യാവശ്യം മധുരം ഉണ്ടെന്നാൽ മധുരം ഇല്ലയെന്നും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീഡിയോയിലെപ്പം പറയുന്ന ഒരു കാര്യം ഇവിടെ കൂടുതൽ മധുരം ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ക്രീമും ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണേ. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനൊന്നും നിന്നിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയാവും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല എനിക്ക്. പക്ഷേ പിന്നെ ഇത് വെച്ചതിന് ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ അതിൻ്റെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതിൻ്റെ മുകളിലേക്ക് ആ ക്രീമും ഇതും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിങ് തന്നെയാണ്. പിന്നെ ക്രീമും ഇതെല്ലാം ആകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണെന്നറിയാമല്ലോ. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഞാനെന്താ ചെയ്യുന്നതെന്നറിയോ, എൻ്റെ അടുത്ത് കുറച്ച് നട്ട്സ് ഉണ്ട്. നട്ട്സ് എന്ന് പറഞ്ഞാൽ കാഷ്യൂസും അതുപോലെ തന്നെ ബദാമും അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്ത് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത്, എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് നട്ട്സ് കൂടുതലുണ്ടാകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പാട് തന്നെ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഗസ്റ്റിൽ വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ചൂടാക്കണ്ട, ഒന്നും പണിയില്ല. ക്രീം ബീറ്റ് ചെയ്യണ്ട, അങ്ങനത്തെ പണിയൊന്നുമില്ല. നമുക്ക് ഒരു 10 മിനിറ്റ് മാക്സിമം വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് ഇവിടെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതാ എൻ്റെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതെടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാ പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.